വിദ്യാർത്ഥികളുടെ അഭിരുചിക്കനുസരിച്ച് പഠനമാർഗം ഏതെന്ന് കണ്ടെത്തുന്നതിനും പുത്തൻ അറിവുകളും അവസരങ്ങളും വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് റൂറൽ ഡിസ്ട്രിക്ട് പോലീസ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ ശില്പശാലയും യാത്രയയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. പേരാമ്പ്ര ദയ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പരിപാടി പേരാമ്പ്ര ഡിവൈഎസ്പി വി ലതീഷ് പറഞ്ഞതുപോലെ നമ്മുടെ മാറിവരുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം അത് വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കുന്ന ചലനങ്ങൾ അവർ എത്രമാത്രം ആകാംക്ഷയോടുകൂടിയാണ് ഇതിനെയൊക്കെ നോക്കിക്കാണുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മുടെ സേതുമാധവൻ സാർ ഇവിടെ വിശദമായിട്ട് സംസാരിക്കും. പണ്ടൊക്കെ നമ്മുടെ ഒക്കെ സ്കൂൾ കാലഘട്ടങ്ങളിൽ ഇപ്പോൾ നമ്മുടെ സ്വാഗത പ്രാസംഗികരൊക്കെ പറഞ്ഞതുപോലെ SLC കഴിഞ്ഞു, പ്രീ ഡിഗ്രി കഴിഞ്ഞു, ഡിഗ്രി അങ്ങനെയുള്ള ആ ലെവലിലായിരുന്നു ആ കാലത്ത്. ഇപ്പോൾ നമ്മൾ തെങ്ങൊക്കെ മുറിച്ച് റബ്ബറൊക്കെ നട്ടത് കൊണ്ട് അതിൽ നിന്ന് നമുക്ക് ചെറിയ മാറ്റം ഉണ്ടാകുമെന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ ഒക്കെ പഠിക്കുന്ന കാലഘട്ടത്തിലുള്ള ഒരു പഠിപ്പല്ല. വിരമിക്കുന്ന പോലീസ് സൊസൈറ്റിയുടെ മുൻ ഭരണസമിതി അംഗവും കേരള പോലീസ് അസോസിയേഷന്റെ മുൻ ജില്ലാ പ്രസിഡന്റുമായിരുന്ന MK പുരുഷോത്തമനുള്ള ഉപഹാര സമർപ്പണവും അദ്ദേഹം നിർവഹിച്ചു. സംഘം പ്രസിഡന്റ് VP അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് പ്രമുഖ വിദ്യാഭ്യാസ വിദഗ്ധൻ ഡോക്ടർ TP സേതുമാധവൻ വിദ്യാർത്ഥികൾക്കായി ക്ലാസ് നയിച്ചു. വലിയ സാധ്യതയുണ്ട്. പക്ഷേ ഫീസും ഏതാണ്ട് 35 ലക്ഷം രൂപയോളം പൈലറ്റ് ട്രെയിനിങ് പ്രോഗ്രാമിന് വരും എന്ന കാര്യം നിങ്ങൾ അറിയണം. 2 മുതൽ 3 വർഷത്തിനുള്ളിൽ മികച്ച പൈലറ്റായി ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കി നിങ്ങൾക്ക് ഇറങ്ങാൻ സാധിക്കും. അതുപോലെ തന്നെ നന്നായിട്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും സംസാരിക്കാനും നന്നായി എഴുതാനും നല്ല ഇന്റർവ്യൂ സ്കിൽസും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാബിൻ ക്രൂ ആവാം. എയർ ഹോസ്റ്റസ് എന്ന് പണ്ട് പറയുന്ന ക്യാബിൻ ക്രൂവിന് വലിയ അവസരങ്ങളുണ്ട്. അപ്പം ക്യാബിൻ ക്രൂവിന് പരിശീലനം നൽകുന്ന ഒട്ടനേകം മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഇനി പ്ലസ് ടു കഴിഞ്ഞ് നിങ്ങൾക്ക് ഡിഗ്രിക്ക് പഠിക്കാനാണ് താല്പര്യമെങ്കിൽ കേരളത്തിലെ 14 സർവകലാശാലകളുണ്ട്. കേരളത്തിലെ 14 സർവകലാശാലകളിൽ വിവിധ തലങ്ങളിലുള്ള BA, BBA, BCom, BSc തുടങ്ങിയ താല്പര്യമുള്ള ബ്രാഞ്ചുകളിൽ നിങ്ങൾക്ക് പഠിക്കാം. അതോടൊപ്പം തന്നെ നിരവധി പ്രൊഫഷണൽ കോഴ്സുകളുണ്ട്. അഗ്രികൾച്ചർ, വെറ്ററിനറി സയൻസ് തുടങ്ങിയ നിരവധി പ്രോഗ്രാമുകളുണ്ട്. ഇപ്പൊ കേരളത്തിലെ ബിരുദ പ്രോഗ്രാമിന് അഡ്മിഷൻ നിങ്ങളുടെ +2 മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്, പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിലല്ല. ഇതിനപ്പുറം +2 മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നൽകുന്ന പ്രധാനപ്പെട്ട കോഴ്സുകളുണ്ട്. പാരാമെഡിക്കൽ കോഴ്സുകൾ, നഴ്സിംഗ്, അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി, ഒപ്റ്റോമെട്രി, BSc ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജി, BSc മെഡിക്കൽ ഇമേജിംഗ്, അനസ്തീഷ്യ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി തുടങ്ങിയ നിരവധി പ്രോഗ്രാം. ഈ പെട്രോളിംഗ് ഇൻഡസ്ട്രി അതില് ഈ കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കോഴ്സുകളുണ്ട്. 2 കോഴ്സുകൾ ഇപ്പൊ കെമിസ്ട്രി തന്നെ വേണമെന്നില്ല. കെമിസ്ട്രി ആണോ BScക്ക് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്? കെമിസ്ട്രി പഠിച്ചു കഴിഞ്ഞാൽ 2 കോഴ്സുകളുണ്ട്. ഒന്ന് പൈപ്പ് എഞ്ചിനീയറിംഗ്, കേട്ടിട്ടുണ്ടോ? പൈപ്പ് എഞ്ചിനീയറിംഗ് എന്നുള്ള ഒരു പ്രോഗ്രാം കൊച്ചിൻ ഷിപ്പ്യാർഡുമായി ചേർന്ന് ഓഫർ ചെയ്യുന്നുണ്ട്. ക്വാളിറ്റി കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കെമിസ്ട്രിയിലുള്ള അനലിറ്റിക്കൽ കെമിസ്ട്രിയുടെ കോഴ്സുകളുണ്ട്. ഇത്തരം കോഴ്സുകൾക്ക് ജോയിൻ ചെയ്താൽ 82% BSc ഫിസിക്സ് ഗ്രാജുവേറ്റ് ആയി. ഇനിയിപ്പോ MScക്ക് അല്ലാണ്ടുള്ള BSc ഫിസിക്സ് കഴിഞ്ഞിട്ടുള്ള പോസിബിലിറ്റീസ് എന്തൊക്കെയാണ്? MScക്ക് പോകാൻ താല്പര്യമില്ല. MSc ഫിസിക്സ് ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 2 രീതിയിലേക്ക് പോവാം. ടീച്ചിങ്ങിൽ താല്പര്യമുണ്ടോ? അധികമില്ല. കഴിഞ്ഞ് സിവിൽ സർവീസ് നോക്കുക. സിവിൽ സർവീസസിൽ താല്പര്യം ഉണ്ടെങ്കിൽ PG കഴിഞ്ഞ് MSc ഫിസിക്സ് കഴിഞ്ഞ് നോക്കുന്നതിനേക്കാളും AS മണിലാൽ, ഭരണസമിതി അംഗം വിജയകുമാർ, സംഘം മുൻ പ്രസിഡന്റ് VK നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. സംഘം വൈസ് പ്രസിഡന്റ് P രാജേഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ഡയറക്ടർ ബോർഡ് അംഗം ഷമീർ നന്ദി പറഞ്ഞു. സുബിത അനിൽ, ട്രൂവിഷൻ ന്യൂസ്, പേരാമ്പ്ര.